നെവിനും അക്ബറും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ പറയാണ്, ഈ സാബുമോൻ എന്ത് കണ്ടിട്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ അതേ റീസൺ വെച്ച് എന്നെ നോമിനേറ്റ് ചെയ്തേക്കുന്നു. ഒന്ന് മാറ്റി പിടിച്ചൂടെ? അതേപോലെ നെവിൻ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച എന്നെ പറഞ്ഞ അതേ കണക്ക് തന്നെ ഈ ആഴ്ചയിലും എന്നെ പറഞ്ഞേക്കുന്നു. ബുദ്ധിയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? അക്ബർ പറയാണ്, സ്ത്രീകളോട് അവമര്യാദയായിട്ട് പെരുമാറുന്ന ഷാനവാസ് ഖാനെ നോമിനേറ്റ് ചെയ്തില്ല. പിന്നെ ഇവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ട് കിടക്കുന്ന അനുമോളെ നോമിനേറ്റ് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ ലക്ഷ്മിയുടെ പേര് പറയായിരുന്നു. ഇവൻ നമ്മളെടുക്കുന്ന കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നലെ ലക്ഷറിയിൽ അതവൻ ഊഹം വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പം വീണ്ടും അക്ബർ സത്യം പുറത്ത് പറയുകയാണ്, ലക്ഷറിയിൽ കട്ടെടുത്തു. ഇന്നലെ എടുത്ത് കഴിച്ചത് നന്നായി. എന്തായാലും ഇവർ അനാവശ്യമായിട്ട് നോമിനേഷനിലിടും. അന്നേരം പിന്നെ കഴിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അക്ബർ പറയുവാണ്, ഇവന് ലക്ഷറിയിൽ കൊടുക്കുന്നത് ഇവൻ കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ രാവിലെ ബ്രെഡ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ബ്രെഡ് നിവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. ലക്ഷറി ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് തരാണ്ട് കഴിച്ചതിനകത്ത് സാഹുമാനം ഉണ്ടല്ലോ എന്ന് നിവിൻ പറയുന്നു. അക്ബർ പറയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അവന് ബോധമില്ല. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ അത് വലിയ ചർച്ചയൊന്നും ആയില്ല. അതിനെക്കുറിച്ചൊക്കെ വീണ്ടും പറയണോ? നീ ആദില ഷാനവാസ് നിങ്ങൾ 3 പേരുടെ ട്രയാങ്കിൾ പ്രശ്നമുണ്ടല്ലോ, അതൊന്നും ഇതുവരെ പുറത്തേക്ക് പോയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഇനി എടുക്കരുത് കേട്ടോ. അക്ബർ നെവിനോട് പറയുകയാണ്. സാബുമാന് യാതൊരു വിവരവും വിവേകവും ഇല്ലെന്നാണ് അക്ബർ പറയുന്നത്.